അന്ന ഹസാരയ്ക്കൊപ്പം അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് കടന്നു വന്ന മുൻ IRS ഉദ്യോഗസ്ഥൻ സാധാരണക്കാർക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി സ്ഥാപിച്ച് ചൂലെടുത്ത് ദുഷ്ഭരണത്തെയും അഴിമതിക്കാരെയും ഇറക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ EDയുടെ അറസ്റ്റിലായി. അഴിമതി കേസിൽ അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വന്ന നേതാവ് തന്നെ അഴിമതി കേസിൽ അകത്താവുന്ന അവസ്ഥ. ഇതിലൂടെ BJP എന്താണ് ലക്ഷ്യമിടുന്നത്? ഇതിലൂടെ BJP പറയുകയാണോ അഴിമതിക്കാർ എത്ര ശക്തരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന്? അതോ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കുടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണോ ഇത്തരം അഴിമതി ആരോപണങ്ങളും ED, CBI തുടങ്ങിയ ഏജൻസികളും? ഈ അറസ്റ്റ് നമ്മളോട് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരെയും ബാധിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇവിടെ വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഹലോ, വെൽക്കം ടു ജംഗിൾ വൈൻസ്. അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പുതിയ റെക്കോർഡാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. ജയലളിതയും ലാലു പ്രസാദ് യാദവും എല്ലാം ഇതേപോലെ തന്നെ അറസ്റ്റ് ആവുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചവരാണ്. എന്നാൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ കൂട്ടാക്കിയില്ല. താൻ ജയിലിനുള്ളിൽ നിന്ന് ഭരണം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും താൻ നടത്തി കാണിക്കുമെന്നാണ് കേജ്രിവാളിന്റെ പ്രഖ്യാപനം. ED, CBI തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളെ അമർച്ച ചെയ്യുകയാണ് BJP നേതൃത്വം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ അറസ്റ്റ് നമ്മളോട് ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരെയും ബാധിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇവിടെ വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ അറസ്റ്റ്? നമ്മളും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ 2021 ഡൽഹി പുതിയ മദ്യനയം കൊണ്ടുവന്നത്. 2021 നവംബർ 8 അന്നത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മനീഷ് സിസോദിയാണ് ഇത് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ മാക്സിമം സംസ്ഥാനങ്ങളിൽ മദ്യത്തിന്റെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെന്റിനാണ്. എന്നാൽ ഡൽഹി ഇതിൽ നിന്ന് വ്യതിചലിച്ച് 2021 നവംബർ മുതൽ അതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം പ്രൈവറ്റ് ഏജൻസീസിന് കൈമാറി, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന് കൊടുത്തു. അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാവുന്നു. റവന്യൂവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് ഡൽഹി ഗവൺമെന്റ് ലക്ഷ്യമിട്ടത്. അവിടെ തീരുമാനം ശരിയെന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ആദ്യ വർഷ വരുമാനം 720% അധികമായിട്ട് ഡൽഹി ഗവൺമെന്റിന് കിട്ടിയത്. അതുപോലെ തന്നെ മദ്യപന്മാർക്കും അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നവർക്ക് അധികമായ ഡിസ്കൗണ്ടുകൾ പ്രൈവറ്റ് കമ്പനീസ് ഓഫർ ചെയ്തു. കൂടാതെ 3 മണി വരെ മദ്യശാലകൾ തുറന്നിരുന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അതല്ലെങ്കിൽ മദ്യപന്മാർക്ക് ഉപകാരപ്പെട്ടു. എന്നാൽ അധികം താമസിയാതെ തന്നെ ഇതിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ചില പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിൽ നിന്ന് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും എല്ലാം വൻ തുക വാങ്ങിയെന്നും ഹവാല പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത്, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് മനീഷ് സിസോദിയ ഏകദേശം 1 വർഷത്തോളമായിട്ട് ജയിലിലാണ്. മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ സി റാവുവിന്റെ മകൾ കവിത ഇപ്പോൾ ED കസ്റ്റഡിയിലാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും സെയിം കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. EDയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ CBIയും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. CBI അതിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇതിലൂടെ എന്താണ് BJP നമ്മളോട് പറയുന്നത്? വേറൊന്നുമല്ല, തങ്ങളുടെ എതിർകക്ഷികളെല്ലാം ഇല്ലായ്മ ചെയ്യും എന്ന് തന്നെയാണ് ഇതിലൂടെ BJP സർക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രത്യക്ഷത്തിൽ ഇത് അഴിമതിക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ അഴിമതിക്കാരെയാണ് തങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് BJP പറയുന്നത്. അതായത് DMKയിലെ ചില മന്ത്രിമാർ, തമിഴ്നാട്ടിലുള്ളവർ, TMCയിലെ ചില MPമാർ, മഹുവ മൊയ്ത്രെ പോലുള്ളവർക്കെതിരെ CBI അന്വേഷണം നടക്കുന്നു. ജാർഖണ്ഡിൽ നിന്ന് ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഡൽഹിയിൽ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ കേരളത്തിലും തോമസ് ഐസക്കിനെ പോലുള്ളവർക്കെതിരെ ED അന്വേഷണം നടക്കുന്നുണ്ട്, സമൻസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം തങ്ങളുടെ എതിർകക്ഷികൾക്ക് മാത്രമാണ് ബാധകം. BJPയിലുള്ളവർക്കോ അല്ലെങ്കിൽ എതിർകക്ഷികളിൽ നിന്ന് BJPയിലേക്ക് ചാടിയവർക്കോ ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ല. BJP എന്ന വാഷിംഗ് മെഷീനിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ അഴിമതി ആരോപണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കപ്പെടും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എതിർപക്ഷത്തുള്ളവരെ നിശബ്ദരാക്കുക എന്നൊരു പ്രക്രിയയാണ്. ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു കെജ്രിവാൾ. കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയേക്കാളും ശക്തനാണ്. കോൺഗ്രസിന്റെ നേതാവായ ഇതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് കുറച്ചെങ്കിലും പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലും BJPക്ക് ഉളക്കിപ്പേര് പോലെ മറുപടി കൊടുക്കാനും BJPയുടെ കുതന്ത്രങ്ങൾക്ക് അതേ കുതന്ത്രം കൊണ്ട് തന്നെ മറുപടി കൊടുക്കാനും കഴിവുള്ള ഒരു നേതാവാണ് കെജ്രിവാൾ. അങ്ങനെയുള്ള ഒരു കെജ്രിവാളിനെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം CBIയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങും. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പുറത്തു വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ വിരളമാണ്. എന്നാൽ ഇന്നത്തെ നാഷണൽ മീഡിയ നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം ന്യൂസ് റിപ്പോർട്ട്സിൽ
കേജ്രിവാളിന് എതിരെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഴിമതി ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ അഴിമതികളിലുള്ള അന്വേഷണമായിരിക്കും ഈ ന്യൂസ് ഏജൻസീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, മാധ്യമ സ്ഥാപനങ്ങളെയും ഭരണക്കാർ വിലക്കെടുത്തു കഴിഞ്ഞു. അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ നിശബ്ദരാക്കി കഴിഞ്ഞു. കാരണം അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികളെല്ലാം ഭരണകർത്താക്കളുടെ കയ്യിലാണ്. ഡൽഹിയിൽ അല്ലെങ്കിൽ ഡൽഹിയുടെ അതിർത്തിയായ ശംഭുവിൽ കർഷക സമരം നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതിനെ എത്ര ക്രൂരമായിട്ടാണ് സർക്കാർ നേരിട്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എത്ര പേർക്ക് അതിൽ ജീവൻ നഷ്ടമായെന്നും എത്ര പേർക്കെതിരെ റബ്ബർ ബുള്ളറ്റ്സ് ഉപയോഗിച്ചെന്നും എത്ര കണ്ണീവാത പ്രയോഗം നടത്തിയെന്നും ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത്തരം വാർത്തകളെല്ലാം സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നിശബ്ദമായ ഒരു സെൻസറിങ് ഇവിടെ നടക്കുന്നുണ്ട്. റഷ്യയിൽ പുതിൻ ചെയ്തതുപോലെ എതിരാളികളെ നിശബ്ദമായി ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷമില്ലെങ്കിൽ എന്ത് ജനാധിപത്യം, എന്ത് മത്സരം? ഇലക്ഷൻ നിഷ്പ്രയാസം ജയിക്കാം. ഇപ്പോൾ തന്നെ ഇലക്ഷൻ ജയിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് BJP. എന്നാൽ ഭാവിയിലേക്ക് കൂടി BJP തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബില്ല് കൂടി വരുന്നുണ്ട്. നമ്മളുടെ മാധ്യമങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയും മാത്രമല്ല ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളെയും സോഷ്യൽ മീഡിയയും കൺട്രോൾ ചെയ്യാനുള്ള 3 ബില്ലുകളാണ് വരാനിരിക്കുന്നത്. ഈ 3 ബില്ലുകളിലും ലക്ഷ്യമാക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഭരണത്തെ എതിർക്കുന്നവരെ നിശബ്ദരാക്കുക, നിശബ്ദമായി ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക. 2024 ഇലക്ഷൻ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ 2025 തുടങ്ങുമ്പോൾ 3 ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാകും. അതിൽ ആദ്യത്തേത് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻസ് ബിൽ, രണ്ടാമത്തേത് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട്, മൂന്നാമത്തേത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ. ആദ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻസ് ബിൽ എന്നത് 1995 കേബിൾ നെറ്റ്വർക്ക് ആക്ടിന്റെ ഒരു അമെൻഡഡ് ഫോമാണ്. പക്ഷേ ഇതിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു നിശബ്ദമായിട്ട്. അതിലൊന്നാണ് അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുക, സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രചാരണം നടത്തുക, നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയ്ക്കുള്ള നിയന്ത്രണം. അർത്ഥസത്യങ്ങൾ, സുഹൃത്ത് രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രചരണം, നഗ്ന ദൃശ്യങ്ങൾ വിട്ടേക്കുക. ബാക്കി 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുക. സത്യം എന്താണ്, അർത്ഥസത്യം എന്താണ്? ഗവൺമെന്റിനെതിരെ വരുന്നതെല്ലാം അർത്ഥസത്യം അല്ലെങ്കിൽ കള്ളം, ഗവൺമെന്റ് പറയുന്നത് അല്ലെങ്കിൽ ഭരണക്കാർ പറയുന്നത് സത്യം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് സത്യസന്ധമായി നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ്, അവർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ആരോപണം ഉന്നയിക്കപ്പെടാം ഇത് അർത്ഥസത്യമാണെന്ന്, അതല്ലെങ്കിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒന്നാണെന്ന്. അങ്ങനെയുള്ളവർക്ക് കൂച്ചുവിലങ്ങിടാം. അതിന് ഒരു കോടതിയുടെ ഉത്തരവ് വേണ്ട. ഇതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസറിന് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം ഫ്രീലാൻസ് ജേർണലിസ്റ്റിന്റെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലുകളുടെ എക്വിപ്മെന്റ് സീസ് ചെയ്യാനുള്ള അധികാരം ഇത്തരം ഓഫീസേഴ്സിനുണ്ടാവും. ചില ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവർക്ക് കോടതി വിധിയോ കോടതിയുടെ ഇടപെടലുകളോ ഇല്ലാതെ നേരിട്ട് വന്ന് സീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്വിപ്മെന്റ്, ക്യാമറയും മൈക്കും പോലുള്ള എക്വിപ്മെന്റ് സീസ് ചെയ്യാൻ പറ്റും. ആരും ചോദിക്കില്ല. അതാണ് ഈ ക്ലോസിൽ, ഈ ആക്ടിലെ 31ാമത്തെ ക്ലോസ് 31 പറയുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ആദ്യത്തെ കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എതിർ പാർട്ടിക്കാരെ അല്ലെങ്കിൽ എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം നിശബ്ദരാക്കുക. റഷ്യയിൽ പുതിൻ ഉപയോഗിച്ച അതേ പരിപാടി അലക്സൈ നവൽനി എന്നൊരു ശക്തനായ നേതാവ് ഉണ്ടായിരുന്നു, തന്റെ എതിരാളിയായിരുന്നു. അയാളെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കി, അയാൾക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നു. അയാൾ തീവ്രവാദികളെ സഹായിച്ചെന്നും മറ്റും ആരോപണങ്ങൾ കൊണ്ടുവന്നു, ജയിലിലിട്ടു, നിശബ്ദമായി അയാളെ ഇല്ലാതാക്കി. ഇപ്പോൾ പുതിൻ എതിരാളികളൊന്നുമില്ല. 76% വോട്ടൊക്കെ നേടിയാണ് പുതിൻ ജയിക്കുന്നത്. എങ്ങനെ ജയിക്കാതിരിക്കും? എതിരാളികൾ ഇല്ലല്ലോ. അതാണ് ആദ്യത്തെ പടിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ED, CBI പോലുള്ള ഏജൻസികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, അതല്ലെങ്കിൽ നിശബ്ദരാക്കുക. രണ്ടാമത്തത് ഭരണത്തിനെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ മാക്സിമം ഗവൺമെന്റിന്റെ ചൊൽപ്പടിയിലായി കഴിഞ്ഞു. ചൊൽപ്പടിയിലാവാത്തത് ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളും സോഷ്യൽ മീഡിയ ചാനലുകളുമാണ്. അവരെയും കൺട്രോൾ ചെയ്യാൻ പുതിയ നിയമം വരുന്നുണ്ട്. ആ നിയമം നടപ്പിലായി കഴിഞ്ഞാൽ അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ, അതായത് അർത്ഥസത്യങ്ങൾ എന്ന് വെച്ചാൽ സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അകത്താക്കാം. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൺ നേഷൻ വൺ ഇലക്ഷൻ. ഈ വൺ നേഷൻ വൺ ഇലക്ഷനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാകും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. എന്തായാലും വൺ നേഷൻ വൺ ഇലക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ, അതായത് 2029 മുതൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഒറ്റ ഇലക്ഷൻ ഉണ്ടാവൂ. ആ ഇലക്ഷൻ എല്ലാം തീരുമാനിക്കും. ഇപ്പോൾ പറയുന്നത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ മാസം
ഇലക്ഷൻ നടക്കുമെന്നാണ്. അതിനുശേഷം 100 ദിവസത്തിനുള്ളിൽ ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നടക്കുമെന്നാണ്. പതിയെ അതും ഇല്ലാതാവും, ഒറ്റ ഇലക്ഷൻ മാത്രമായിട്ട് മാറും. ആ ഇലക്ഷൻ തീരുമാനിക്കും ആരാണ് ഭരിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ഏകാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ തങ്ങളുടെ എതിരാളികളിൽ ശക്തനായ ഒരാളെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് BJP ഗവൺമെന്റ് എതിരാളികൾക്ക്, എതിർ പാർട്ടിക്കാർക്ക് ശക്തമായ അവസാനത്തെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വാണിംഗ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. താങ്ക് യു.